അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. സഹോദരങ്ങളെ, ദഅവത്തിനെ സംബന്ധിച്ചാണ് അല്പം ചില കാര്യങ്ങൾ സംസാരിക്കുന്നത്. എന്താണ് ദഅവത്ത് എന്ന് ചോദിച്ചാൽ, ക്ഷണിക്കുക എന്നാണ് ദഅവത്ത് എന്ന പദത്തിൻ്റെ അർത്ഥം. രണ്ട് രീതിയിലാണ് ഈ ഒരു ദൗത്യം ഒരു മുസ്ലിമായ മനുഷ്യൻ നിർവഹിക്കേണ്ടത്. ഒന്ന്, വിശ്വാസികൾ തമ്മിലുള്ള പരസ്പര ബാധ്യതയായിക്കൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ ഇതിനെ പരിചയപ്പെടുത്തിയിരിക്കുന്നത്. സൂറത്തു തൗബയിലെ 71-ാമത്തെ ആയത്തിൽ അള്ളാഹു പറഞ്ഞു, വൽമുഅ്മിനൂന വൽമുഅ്മിനാത്തു ബഅ്ദുഹും ഔലിയാഉ ബഅ്ദ്. വിശ്വാസികൾ പരസ്പരം മിത്രങ്ങളാണ്. അവർ ചെയ്യേണ്ടുന്ന ഒന്നാമത്തെ കടമ എന്നുള്ളത് യഅ്മുറൂന ബിൽ മഅറൂഫി വയൻഹൗന അനിൽ മുൻകർ. അവർ നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യണം എന്നുള്ളതാണ്. ദഅവത്തിന് സാങ്കേതികമായി പരിശുദ്ധ ഖുർആൻ പ്രയോഗിച്ചിരിക്കുന്ന മറ്റൊരു പേര് അംറും ബിൽ മഅറൂഫ് നഹ്യുൻ അനിൽ മുൻകർ എന്നുള്ളതാണ്. നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ സൂറത്ത് തൗബയിലെ 71-ാമത്തെ ആയത്തിൻ്റെ അടിസ്ഥാനത്തിൽ മുസ്ലിമീങ്ങൾ പരസ്പരം ആ ഒരു ദൗത്യം നിർവഹിക്കേണ്ടതുണ്ട്. രണ്ടാമത്, ഈ ദഅവത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് സൂറത്ത് ആൽ ഇംറാനിലെ 110-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞതുപോലെ, കുന്തും ഖൈറ ഉമ്മ, നിങ്ങൾ ഉത്തമ സമൂഹമാകുന്നു. ഉഖ്രിജത്ത് ലിന്നാസ്, നിങ്ങളെ നാം നിയോഗിച്ചിരിക്കുന്നത് ജനങ്ങളിലേക്കാകുന്നു. ആ ജനങ്ങളിൽ മുസ്ലിം സമൂഹം, ഖൈറു ഉമ്മത്താകുന്ന മുസ്ലിം സമൂഹം ചെയ്യേണ്ടത് തഅ്മുറൂന ബിൽ മഅറൂഫി വതൻഹൗന അനിൽ മുൻകർ വതുഅ്മിനൂന ബില്ലാഹ്. നിങ്ങൾ അവരിൽ നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുക, അതോടൊപ്പം തന്നെ അള്ളാഹുവിൽ വിശ്വസിക്കുകയും ചെയ്യുക. അപ്പോൾ ഒരേ സമയം വിശ്വാസികൾക്കിടയിലും അതേസമയം തന്നെ ഇനിയും ഈ ഒരു സന്ദേശം എത്തപ്പെട്ടിട്ടില്ലാത്ത ആളുകളിലേക്കും കൃത്യമായി ഈ ഒരു ദീനിൻ്റെ, മനുഷ്യരെ സൃഷ്ടിച്ച സൃഷ്ടാവിൻ്റെ മാർഗനിർദ്ദേശങ്ങൾ, അത് മരണാനന്തര ജീവിതത്തെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് മനുഷ്യരുടെ ഇഹപര വിജയത്തിന് വേണ്ടി അവരിലേക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ദഅവത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദഅവത്തുമായി ബന്ധപ്പെടുത്തി സൂചിപ്പിക്കുമ്പോൾ അള്ളാഹു എന്തിനാണ് പ്രവാചകന്മാരെ പറഞ്ഞയക്കുന്നത് എന്നതിൻ്റെ ആത്യന്തികമായ ഒരു ലക്ഷ്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. സൂറത്ത് നിസായിലെ 165-ാമത്തെ ആയത്തിൽ റുസുലൻ മുബശ്ശിരീന വമുന്ദിരീന, അള്ളാഹു പ്രവാചകന്മാരെ നിയോഗിക്കുന്നത് സന്തോഷ വാർത്ത അറിയിക്കുന്നവരും താക്കീത് നൽകുന്നവരുമായിക്കൊണ്ടാണ്. ലി അല്ലാ യകൂന ലിന്നാസി അലല്ലാഹി ഹുജ്ജത്തുൻ ബഅദർ റസൂൽ. അത് എന്തിനാണെന്ന് വെച്ചാൽ, നാളെ പരലോകത്ത് ഒരു മനുഷ്യനും അള്ളാഹുവിനെതിരിൽ ഒരു ന്യായവും പറയാതിരിക്കുവാൻ വേണ്ടിയാണ് എന്ന. അതായത് ഒരു മനുഷ്യനെ നരകത്തിലേക്ക് പ്രവേശിപ്പിക്കുമ്പോൾ, നരകത്തിലേക്ക് വലിച്ചെറിയുമ്പോൾ, ഈ സന്ദേശം എനിക്ക് ലഭിച്ചില്ല എന്ന് ഒരു മനുഷ്യനും പറയാതിരിക്കുവാൻ വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു തആല പ്രവാചകന്മാരെ നിയോഗിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഇന്നത്തെ മുസ്ലിം സമൂഹം, അത് ആരായിക്കൊള്ളട്ടെ, ഏത് വിഭാഗമായിക്കൊള്ളട്ടെ, അവർക്കെല്ലാം തന്നെ പരിശുദ്ധ ഖുർആന്റെയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതചര്യയെ സംബന്ധിച്ചും കൃത്യമായ സന്ദേശങ്ങൾ എത്തപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയുന്ന ഒരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെ അവർ നന്നായോ ഇല്ലേ, അതിനെ അംഗീകരിക്കുന്നുണ്ടോ നിഷേധിക്കുന്നുണ്ടോ എന്നുള്ളതൊക്കെ തന്നെ മറ്റൊരു വിഷയമാണ്. പക്ഷേ നാളെ അള്ളാഹുവിൻ്റെ കോടതിയിൽ എനിക്കിത് ലഭിച്ചില്ല എന്ന് പറയുവാൻ ഒരു മനുഷ്യനും സാധ്യമല്ല എന്നുള്ളതാണ് അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായത് അറബി പേരുള്ള ആളുകൾക്കിടയിൽ അള്ളാഹുവിൻ്റെ ഹുജ്ജത്തിൻ്റെ പൂർത്തീകരണം സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ട് എന്നാണ്. അപ്പോൾ സ്വാഭാവികമായും മുസ്ലിമീങ്ങൾ ചെയ്യേണ്ട അനിവാര്യമായ മറ്റൊരു പ്രവർത്തനമാണ് ഇത് എത്താത്ത ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കുക എന്ന അമ്പിയാക്കന്മാർ മുഴുവനും ചെയ്ത ദൗത്യം എന്നുള്ളത്. കാരണം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് അള്ളാഹു പറഞ്ഞപ്പോൾ കാഫത്തൻ ലിന്നാസി ബഷീറൻ വനദീറ, അദ്ദേഹം ലോകത്തിന് മുഴുവനും സന്തോഷ വാർത്ത അറിയിക്കുന്നവരും താക്കീത് നൽകുന്നവരുമായിക്കൊണ്ടാണ് അള്ളാഹു നിയോഗിച്ചത് എന്ന് പറഞ്ഞിരിക്കെ, ആ അന്ത്യപ്രവാചകന്റെ അനുയായികൾ ഈ ഒരു ദൗത്യത്തെ മറന്നുകൊണ്ട് മുസ്ലിമീങ്ങൾക്കിടയിൽ മാത്രമുള്ള പ്രവർത്തനത്തിൽ സായുജ്യമടയുന്നത് അത് തികച്ചും പരിശുദ്ധ ഖുർആന്റെ ലക്ഷ്യത്തിനും പ്രവാചക നിയോഗത്തിൻ്റെ, പ്രത്യേകിച്ച് അന്ത്യപ്രവാചകനാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഇനി അള്ളാഹു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ശേഷം ഒരു പ്രവാചകനെ നിയോഗിക്കില്ല എന്നുള്ളത് കൊണ്ട് തന്നെ അത് എത്തിച്ചു കൊടുക്കുക എന്നുള്ളത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അന്ത്യവസിയ്യത്തിൻ്റെ ഭാഗവുമാണ് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. കാരണം ഹജ്ജത്തുൽ വദായിൽ വെച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫല്യുബല്ലി അഷാഹിദൽ ഗൈബ, ഇവിടെ ഹാജറുള്ളവർ അത് ഹാജരില്ലാത്തവർക്ക് എത്തിച്ചു കൊടുക്കണം എന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വസിയ്യത്തും അതോടുകൂടി അന്ത്യപ്രവാചകനാണ് എന്നുള്ളത് നമ്മളിൽ ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്വവുമാണ് ഈ ഒരു ദൗത്യം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് എല്ലാവരെയും, അറബി പേരുള്ളവരെയും അല്ലാത്തവരെയും ഒരുപോലെ കണ്ടുകൊണ്ട് എല്ലാവരുടെയും പരലോകമോക്ഷം, മരണാനന്തര ജീവിതം രക്ഷപ്പെടണമെന്ന ഉദ്ദേശത്തോടു കൂടി
വർഗീയതയോ വിഭാഗീയതയോ ഇല്ലാതെ പ്രവർത്തിക്കുക എന്നുള്ളത് ദഅവത്തിൻ്റെ വലിയ ഉത്തരവാദിത്തത്തിൽപ്പെട്ടതാണ് എന്ന് നമ്മൾ ആത്യന്തികമായി മനസ്സിലാക്കേണ്ടതുണ്ട്. നമുക്കറിയാം, വംശീയ അതിക്രമങ്ങൾ, ജാതീയത, വർഗീയത, സ്ത്രീകൾക്കും കുട്ടികൾക്കും നേരെയുള്ള അതിക്രമങ്ങൾ, സാമ്പത്തിക ചൂഷണങ്ങൾ തുടങ്ങി ഒരുപാട് അനീതികൾ ഇന്ന് ലോകത്ത് നിലനിൽക്കുന്നുണ്ട്. ലോകത്തുള്ള മൊത്തം മനുഷ്യരും അതിൻ്റെ ഇരകളാണ്. അവിടെ ആത്യന്തികമായി ഇസ്ലാമിന് സമർപ്പിക്കുവാനുള്ള പരിഹാരമെന്ത് എന്നുള്ളത് വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ്. അവിടെയാണ് നമ്മൾ ഇസ്ലാം എന്താണ് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ചുരുക്കി പറഞ്ഞാൽ, വളരെ സംക്ഷിപ്തമായി മാത്രം അതിന് ഞാൻ ഒരു ഉത്തരം പറയാം. പ്രപഞ്ചസൃഷ്ടാവിൽ നിന്ന് ദൈവദൂതന്മാരിലൂടെയും അവൻ അവതരിപ്പിച്ച വേദങ്ങളിലൂടെയും മനുഷ്യർക്കായി നൽകിയിട്ടുള്ള ജീവിത മാർഗരേഖയാണ് ഇസ്ലാം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഇസ്ലാം എങ്ങനെയാണ് ഈ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരമാവുക എന്നുള്ളത് നമുക്ക് അറിയണമെങ്കിൽ പ്രവാചക ചരിത്രത്തിൽ നിന്ന്, ദൈവദൂതന്മാരുടെ ചരിത്രത്തിൽ നിന്നാണ് അതിനുള്ള തെളിവുകൾ നമുക്ക് ലഭിക്കുന്നത്. അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമൂഹത്തെ നമ്മൾ പഠിച്ചാൽ ചരിത്രപരമായി തന്നെ ഈ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം എന്താണ് എന്ന് ദൈവികമായ ഒരു ഉത്തരം നമുക്ക് കൃത്യമായി അവിടെ ലഭിക്കുന്നതാണ്. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന, നമുക്ക് ചുറ്റും നടമാടിക്കൊണ്ടിരിക്കുന്ന അതിക്രമങ്ങളും എല്ലാവിധ അനാശാസ്യങ്ങളും എല്ലാം തന്നെ നമ്മൾ എടുത്തു പരിശോധിച്ചാൽ അതെല്ലാം തന്നെ നിലനിന്നിരുന്ന ഒരു സമൂഹത്തിലേക്കാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിയോഗിതനായത്. ആ സമൂഹത്തിൽ അവരെ അതിൽ നിന്നും മുക്തരാക്കുവാൻ പ്രവാചകൻ എന്താണോ ചെയ്തത് അത് തന്നെയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളവും ചെയ്യുവാനുള്ളത്. നമുക്കറിയാം, ആധുനികമായി മനുഷ്യരെ ഇത്തരം പ്രശ്നങ്ങളിൽ നിന്നെല്ലാം മോചിപ്പിച്ചെടുക്കുവാനുള്ള വിദ്യാഭ്യാസ രീതിയെപ്പറ്റിയും സാമ്പത്തികമായ ക്രയവിക്രയങ്ങൾ എങ്ങനെയായിരിക്കണം എന്നുള്ളതിന് അനാലിസിസും അതുമായി ബന്ധപ്പെട്ട ചർച്ചകളും അങ്ങനെ തുടങ്ങി ഒട്ടേറെ ചർച്ചകൾ ഈ മനുഷ്യരെ ഈ കെടുതിയിൽ നിന്ന് വിമുക്തരാക്കുവാൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ആധുനികമായി പുരോഗമനമെന്ന് നമ്മൾ കാണുന്ന ഒരു പരിഹാര രീതിയും അവിടെ നടപ്പാക്കിയില്ല. മറിച്ച് അവരോട് ബഹുദൈവ വിശ്വാസികളായ പ്രവാചകൻ വരുന്ന സമയത്ത് അവിടെ ഒരൊറ്റ മുസ്ലിം പോലും ഉണ്ടായിരുന്നില്ല. അറബി പേരുള്ളവർ മാത്രമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അറബി പേരുണ്ട് എന്നുള്ളത് കൊണ്ട് ആരും മുസ്ലിങ്ങളായി ഇസ്ലാം ആരെയും പരിഗണിക്കുന്നില്ല. ആ അറബി പേരുള്ള ബഹുദൈവ ആരാധകരായ ആ മനുഷ്യരോട് അവരുടെ എല്ലാവിധ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരമായിക്കൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശിച്ചത്, യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, ഖൂലു ലാ ഇലാഹ ഇല്ലല്ലാ, നിങ്ങൾ പ്രപഞ്ചസൃഷ്ടാവല്ലാതെ മറ്റൊരു ദൈവമില്ല, ആരാധ്യനില്ല എന്ന് നിങ്ങൾ പ്രഖ്യാപിക്കുവിൻ. നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാ പ്രഖ്യാപിക്കുവിൻ, തുഫ്ലിഹു, എങ്കിൽ ഈ ലോകത്തും മരണാനന്തര ലോകത്തും നിങ്ങൾക്ക് സമ്പൂർണ്ണമായ വിജയം ലഭിക്കും എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരോട് പറഞ്ഞത്. നമുക്കറിയാം, ചരിത്രപരമായി അറബികൾ വിദ്യാഭ്യാസപരമായി വളരെ പിന്നോക്കം നിന്നവരായിരുന്നു. റോം പേർഷ്യൻ സാമ്രാജ്യ ശക്തികളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ യാതൊരുവിധ സ്വാധീനവുമില്ലാത്തൊരു ജനവിഭാഗമായിരുന്നു. എല്ലാം കൊണ്ടും പിന്നോക്കാവസ്ഥയിലായ ആ ഒരു ജനവിഭാഗം ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന പ്രപഞ്ചസൃഷ്ടാവായ സർവേശ്വരൻ ഏകനാകുന്നു എന്ന ആ ഒരു ആദർശ സമവാക്യത്തെ ജീവിതത്തിൽ സ്വീകരിച്ചപ്പോൾ അത് മുഖാന്തരം പിന്നീട് അവർ എത്തിപ്പെട്ടത് ലോകത്തിൻ്റെ നെറുകയിലേക്കായിരുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അതോടൊപ്പം തന്നെ അവരിലുണ്ടായിരുന്ന എല്ലാവിധ അനാശാസ്യങ്ങളും, മയക്കുമരുന്നും മദ്യവും അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ നിന്ന്, അവരനുഭവിച്ചിരുന്ന ജാതീയവും വംശീയവുമായ പ്രശ്നങ്ങളിൽ നിന്ന്, സാമ്പത്തിക ചൂഷണങ്ങളിൽ നിന്ന് എല്ലാം മുക്തമായ ഒരു സമൂഹമായി അവർ പരിണമിച്ചു എന്നുള്ളതാണ് നമുക്ക് ചരിത്രത്തിൻ്റെ വെള്ളി വെളിച്ചത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ പറ്റുന്ന ഒരു കാര്യം, പ്രപഞ്ചസൃഷ്ടാവ് മനുഷ്യരുടെ എല്ലാവരുടെയും പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമായി കൊണ്ട് നിർദ്ദേശിച്ചിരിക്കുന്നത് അവനെ പൂർണ്ണമായി അംഗീകരിച്ചുകൊണ്ട്, അവനല്ലാത്ത എല്ലാവിധ ആരാധ്യ വസ്തുക്കളെയും കൈയൊഴിച്ചുകൊണ്ട് പ്രപഞ്ചസൃഷ്ടാവായ സർവേശ്വരനെ മാത്രം, അറബിയിൽ പറഞ്ഞാൽ അള്ളാഹുവിനെ മാത്രം ആരാധിച്ചുകൊണ്ട് ഏതൊരു സമൂഹം വിശ്വാസപരമായ ഉന്നതി നേടിയെടുക്കുന്നുണ്ടോ അവരുടെ എല്ലാവിധ പ്രശ്നങ്ങളും ഈ ലോകത്ത് വെച്ച് തന്നെ പടച്ചവൻ പരിഹരിച്ചു കൊടുക്കും എന്നുള്ളതാണ് നമുക്ക് ഈ ഒരു ചരിത്രത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിലനിൽക്കുന്ന പ്രശ്നങ്ങൾക്കെല്ലാമുള്ള പരിഹാരം മനുഷ്യരുടെ സൃഷ്ടാവും സംരക്ഷകനുമായ, മനുഷ്യനെ ജനിപ്പിക്കുന്നവനും മരിപ്പിക്കുന്നവനുമായ ഏതൊരു പ്രപഞ്ച സൃഷ്ടാവാണോ ഉള്ളത് അവനല്ലാതെ മറ്റൊരു ദൈവമില്ല എന്ന ആ ദൈവദൂതന്മാരഖിലവും എല്ലാ വേദങ്ങളും
പ്രഖ്യാപിച്ച ആ പരമമായ യാഥാർത്ഥ്യത്തിലേക്ക് തിരിച്ചു വരികയും ആ യാഥാർത്ഥ്യത്തെ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുവാൻ വേണ്ടി പരിശ്രമിക്കുകയും ചെയ്യുന്ന ഒരു ജനവിഭാഗത്തിൻ്റെ എല്ലാവിധ പ്രശ്നങ്ങളെയും ദൈവം പരിഹരിച്ചു കൊടുക്കും എന്നുള്ള ഒരു യാഥാർത്ഥ്യമാണ് ഈ ചരിത്ര വസ്തുതയിൽ നിന്ന് ഇതിന് ഉത്തരമായിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് വെക്കുവാനുള്ളത്. ദഅവത്തിൻ്റെ പ്രാധാന്യത്തെ സംബന്ധിച്ച് അള്ളാഹുവും റസൂലും ചരിത്രവും ഒരുപാട് കാര്യങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. രണ്ട് കാര്യങ്ങൾ മാത്രം ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കാം. അള്ളാഹു സുബ്ഹാനഹു തആല 1,24,000 അമ്പിയാക്കന്മാരെയാണ് മനുഷ്യ ചരിത്രത്തിൽ പ്രവാചകന്മാരായി നിയോഗിച്ചിരിക്കുന്നത് എന്നുള്ളത് തന്നെ, അതിനുവേണ്ടി തിരഞ്ഞെടുത്തു എന്നുള്ളത് തന്നെ അതിൻ്റെ പ്രാധാന്യം നമ്മെ വിളിച്ചറിയിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്ത് എന്നുള്ള നിലക്ക് ആ ഒരു ദൗത്യം സൂറത്ത് ഹജ്ജിലെ ഏറ്റവും അവസാനത്തെ 78-ാമത്തെ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു തആല ആ ഉത്തരവാദിത്വം നമ്മെ ഏൽപ്പിക്കുന്നുണ്ട്. യകൂന റസൂലു ഷഹീദൻ അലൈക്കും വതകൂനു ശുഹദാ അലന്നാസ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് സാക്ഷിയാണ്, ഇനി ആ സാക്ഷിത്വം നിർവഹിക്കേണ്ടത് നിങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ അന്ത്യപ്രവാചകൻ അതിൻ്റെ ബാധ്യത ഈ ഉമ്മത്തിനെ, അതായത് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് ഉച്ചരിച്ചുകൊണ്ട് ഈ ദീനിൽ ചേർന്നിട്ടുള്ള, ഞാനൊരു മുസ്ലിമാണ് എന്ന് പ്രഖ്യാപിച്ചിട്ടുള്ള ഏതൊരാളെയും ചുമതല ഏൽപ്പിച്ചുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ ആ ഒരു കാര്യത്തെ നമ്മോട് ബാധ്യത ഏൽപ്പിക്കുന്നത്. അതോടൊപ്പം തന്നെ പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദഅ ഇലല്ലാഹി വഅമില സ്വാലിഹൻ വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ. പ്രപഞ്ച സൃഷ്ടാവിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുകയും അതോടൊപ്പം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ഞാൻ ആ പ്രപഞ്ച സൃഷ്ടാവിന് കീഴ്പ്പെട്ട് ജീവിക്കുന്നവനാകുന്നു എന്ന് സമൂഹത്തിൽ ഉറക്കെ പ്രഖ്യാപിക്കുകയും ചെയ്യുന്നവനേക്കാൾ ഏറ്റവും നല്ല വാക്ക് പറഞ്ഞവൻ ആരുണ്ട് എന്ന ഒരു ചോദ്യം ഏറ്റവും പ്രതിഫലാർഹമായ ഉത്തമമായ അതിൻ്റെ പ്രാധാന്യത്തെ സംബന്ധിച്ചാണ് നമുക്ക് അറിയിച്ചു തരുന്നത്. ഇനി ഇത് നിർവഹിച്ചാൽ നമുക്ക് ലഭിക്കുന്ന പ്രതിഫലത്തെപ്പറ്റി നാം തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. കാരണം നമ്മളൊക്കെ ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന ആളുകളാണ്. നമസ്കരിക്കുന്നു, നോമ്പ് പിടിക്കുന്നു, ഹജ്ജ് ചെയ്യുന്നു, സക്കാത്ത് കൊടുക്കുന്നു, ദാനധർമ്മങ്ങൾ ചെയ്യുന്നു, സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങൾ ചെയ്യുന്നു, അങ്ങനെ ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ആളുകളാണ്. പക്ഷേ അതിനെല്ലാം ഏറ്റവും വലിയ പ്രതിഫലം അള്ളാഹു സുബ്ഹാനഹു തആല അതിനേക്കാളെല്ലാം നിശ്ചയിച്ചിരിക്കുന്ന ഒരു പ്രവർത്തനമാണ് ദഅവത്ത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫവല്ലാഹി അള്ളാഹു തന്നെയാണ് സത്യം, ലാ യഹ്ദിയല്ലാഹു ബിക റജുലൻ വാഹിദ. നീ മുഖാന്തരം ഒരാൾ ഹിദായത്തിലായാൽ ഖൈറുൽ ലക മിനദ് ദുനിയാ വമാ ഫീഹാ. ഈ ദുനിയാവും അതിലുള്ളത് മുഴുവനും നിനക്ക് ലഭിക്കുന്നതിനേക്കാളും പ്രധാനപ്പെട്ടതാണത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി നമുക്ക് കാണുവാൻ സാധിക്കും. അതിൻ്റെ തെളിവ് അത് എത്രത്തോളം ആഴത്തിലാണ് അത് സഹാബാക്കൾ മനസ്സിലാക്കിയത് എന്ന് അറിഞ്ഞാൽ തന്നെ നമുക്കതിൻ്റെ പ്രാധാന്യം കൂടുതൽ മനസ്സിലാവും. നമുക്കറിയാം, മക്കയിലെ പള്ളിയിൽ നമസ്കരിച്ചാൽ 1,00,000 മടങ്ങ് പ്രതിഫലമാണ് അള്ളാഹു സുബ്ഹാനഹു തആല നിശ്ചയിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ മദീനയിലെ പള്ളി അത്രയും പ്രാധാന്യത്തോടു കൂടിയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും അനുയായികളും അതിനെ കണ്ടത്. അതിനു പുറമെ സ്വഹാബത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യമായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹബത്ത്. അതുകൊണ്ടാണല്ലോ അവർ സ്വഹാബികളായത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി കണ്ടുകൊണ്ട് കേട്ടുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വിവരങ്ങൾ അന്വേഷിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ചുറ്റും ഇരിക്കുക എന്നുള്ളത്. എന്നാൽ ഫല്യുബല്ലി അഷാഹിദൽ ഗൈബ, ഇവിടെ ഹാജറുള്ളവർ ഹാജരില്ലാത്തവർക്ക് ഇത് എത്തിച്ചു കൊടുക്കട്ടെ എന്ന പ്രഖ്യാപനം വന്നപ്പോൾ ഈ 3 കാര്യങ്ങളെയും ത്യജിച്ചുകൊണ്ട് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ഇറങ്ങിത്തിരിക്കുകയാണ് സഹാബത്ത് ചെയ്തത് എന്ന് നമ്മൾ അറിയണം. എന്തുകൊണ്ടാണ് അവർ ഇറങ്ങിത്തിരിച്ചത്? ഫവല്ലാഹി അള്ളാഹു തന്നെയാണ് സത്യം, ലാ യഹ്ദിയല്ലാഹു ബിക റജുലൻ വാഹിദ. നീ മുഖാന്തരം ഒരാൾക്ക് സന്മാർഗം ലഭിക്കുകയാണെങ്കിൽ ഖൈറുൽ ലക മിനദ് ദുനിയാ വമാ ഫീഹാ. ഈ ദുനിയാവും അതിലുള്ളത് മുഴുവനും നിനക്ക് ലഭിക്കുന്നതിനേക്കാളും ഏറ്റവും പ്രധാനമാണത് എന്നുള്ള ഒരു സന്ദേശം അവർ കൃത്യമായി ബോധ്യപ്പെട്ടതുകൊണ്ടാണ് അവർ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ഇറങ്ങിത്തിരിച്ചത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മറ്റൊരായത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് മുഹമ്മദിൽ പറഞ്ഞത്, യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ, ഇൻ തൻസുറുല്ലാഹ യൻസുറുക്കും, നിങ്ങൾ അള്ളാഹുവിനെ സഹായിച്ചാൽ അള്ളാഹു നിങ്ങളെ സഹായിക്കും. അങ്ങനെ അള്ളാഹുവിൻ്റെ സഹായം ലഭിച്ചാൽ നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ പാരിതോഷികമെന്ന് പറയുന്നത് വയുസബ്ബിത്ത് അഖ്ദാമക്കും, ലാ ഇലാഹ ഇല്ലല്ലയിൽ അടിയുറച്ചു നിന്നുകൊണ്ട് മരണം വരെ ഈമാനോടുകൂടി നിലനിന്നുകൊണ്ട് മരിക്കുവാനുള്ള സൗഭാഗ്യമാണ് അള്ളാഹു സുബ്ഹാനഹു തആല നമുക്ക് നൽകുക. നമുക്കറിയാം, നമ്മളൊക്കെ അമൽ സ്വാലിഹാത്തുകളെ പറ്റി സംസാരിക്കുന്ന ആളുകളാണ്. ഇസ്ലാം കാര്യം എന്നുള്ളത് അത് കർമ്മകാര്യങ്ങളാണ്. അതിൽ 4 കാര്യങ്ങൾ മുസ്ലിം സമൂഹം വളരെ പ്രാധാന്യത്തോടു കൂടി നിർവഹിച്ചു വരുന്നുണ്ട്. പക്ഷേ അതിൻ്റെ ഒന്നാമത്തെ കർമ്മമായ ഷഹാദത്ത്, ആ ഷഹാദത്ത് നിലനിൽക്കുവാൻ അള്ളാഹു സുബ്ഹാനഹു തആല ഷർത്താക്കിയിട്ടുള്ള ഒരു കാര്യമാണ് ലാ ഇലാഹ ഇല്ലല്ലയുടെ പ്രബോധന പ്രവർത്തനം എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നമുക്കറിയാം,
പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നുബുവത്ത് ലഭിച്ചതിൻ്റെ 10 വർഷങ്ങൾക്ക് ശേഷമാണ് നമസ്കാരം നിർബന്ധമാക്കപ്പെട്ടത്. നോമ്പും ഹജ്ജും സക്കാത്തുമൊക്കെ പിന്നീടാണ് നിർബന്ധമാക്കപ്പെട്ടത്. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ആദ്യ കാലഘട്ടത്തിൽ നിർവഹിച്ച, അവർ ജീവിതത്തിൽ മുഴുവനും നിർവഹിച്ചു വന്ന ഒരു അമല് എന്നുള്ളത് അത് ലാ ഇലാഹ ഇല്ലല്ലാഹ്, അത് കൃത്യമായി അറിഞ്ഞുൾക്കൊള്ളുകയും അതോടൊപ്പം തന്നെ ആ ഉൾക്കൊണ്ട കാര്യത്തെ അത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക എന്ന പ്രബോധന പ്രവർത്തനമായിരുന്നു അവർ നിർവഹിച്ചിരുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ സവിശേഷത എന്ന് പറയുന്നത് നമ്മുടെ ഈമാനിനെ സുരക്ഷിതമായി നിലനിർത്തുവാൻ ഈ ദഅവത്തല്ലാത്ത ഒരു പ്രവർത്തനവും, നമസ്കാരം പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചിരിക്കുന്നത് ഈ ലാ ഇലാഹ ഇല്ലല്ലയെ നിലനിർത്തുവാനാണ് എന്ന് സൂറത്ത് താഹയിൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഇന്നനി അനല്ലാ, ഞാനാകുന്നു അല്ലാഹ്, ലാ ഇലാഹ ഇല്ല അന, ഞാനല്ലാതെ മറ്റൊരു ദൈവവും നിനക്കുണ്ടാകരുത്, ഫഅബ്ദുനി, അതുകൊണ്ട് നീ എന്നെ മാത്രം ആരാധിക്കുക, അഖിമിസ് സലാത്ത ലിദിക്രി, ആ ലാ ഇലാഹ ഇല്ലല്ല എന്ന ദിക്ർ നിലനിർത്തുവാൻ നീ നമസ്കാരം നിലനിർത്തുക എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമസ്കാരത്തിൻ്റെ ലക്ഷ്യം പോലും ലാ ഇലാഹ ഇല്ലല്ല എന്ന ഒന്നാമത്തെ കർമ്മത്തെ അത് നിലനിർത്തുവാൻ വേണ്ടിയാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉൾക്കൊള്ളുകയും അത് ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുക എന്ന ഇസ്ലാം കാര്യത്തിൻ്റെ പ്രഥമമായ ദൗത്യം അത് തന്നെയാണ് ഇതിൻ്റെ പ്രാധാന്യവുമെന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. തന്നെയുമല്ല, അതിൽ വല്ല വീഴ്ചയും വരുത്തിയാൽ നമ്മുടെ ഷഹാദത്ത് ഒന്നുകിൽ ഡാമേജ് സംഭവിക്കുകയോ അല്ലെങ്കിൽ സസ്പെൻഡ് ചെയ്യപ്പെടുകയോ അല്ലെങ്കിൽ ശാശ്വതമായി ഡിസ്മിസ് ചെയ്യപ്പെടുകയോ ചെയ്യുമെന്നുള്ള വളരെ ഗൗരവതരമായ ഒരു പഠനവും കൂടി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സഹോദരങ്ങളെ നമ്മൾ നടത്തേണ്ടതുണ്ട് എന്നുള്ളത് കൂടി അറിയുക. ഈ ഒരു ദൗത്യം മുസ്ലിം ഉമ്മത്ത് നിർവഹിക്കാതിരുന്നാൽ വരാനിരിക്കുന്ന ദുരന്തങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ വളരെ പ്രാധാന്യത്തോടുകൂടി മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അപ്പോൾ നമുക്കറിയാം, നമ്മുടെ മുമ്പിൽ ഒരുപാട് പ്രശ്നങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളുമുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് ഫാസിസം എന്നുള്ളത്. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഫാസിസമായും രോഗങ്ങളായും സാമ്പത്തിക ക്രൈസിസുകളായും ഒരുപാട് പരീക്ഷണങ്ങൾ അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്ന് വരാം. അതിൽപ്പെട്ട ഒന്ന് തന്നെയാണ് ഫാസിസം എന്നുള്ളത്. ഈ ഒരു ദുരന്തത്തെ എങ്ങനെയാണ് നമുക്ക് അതിജീവിക്കുവാൻ സാധിക്കുക എന്ന് പല ആളുകളും പല രീതിയിലും ചിന്തിക്കുന്നുണ്ട്. എന്നാൽ പരിശുദ്ധ ഖുർആനും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും വളരെ കൃത്യമായ ഒരു മെസ്സേജ് ഇതിൻ്റെ വിഷയത്തിൽ നമുക്ക് നൽകുന്നുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അപ്പോൾ നമുക്കറിയാം, ലോകത്തിലെ ഏറ്റവും വലിയ ഫാസിസ്റ്റ് എന്ന് പറയുന്നത് ഫിറഔനാണ്. എന്തുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഫിറഔൻ്റെ ബോഡി, അവൻ്റെ ഭൗതിക ശരീരം ലോകാവസാനം വരെ വരുന്ന ജനങ്ങൾക്ക് തെളിവായിക്കൊണ്ട് പ്രത്യക്ഷത്തിൽ തന്നെ സൂക്ഷിച്ചത് എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. അവിടെയാണ് ഈ ഫാസിസത്തിൽ നിന്ന്, ഫിറഔനിൽ നിന്ന് അള്ളാഹു എങ്ങനെയാണ് ബനു ഇസ്രായേൽ സമൂഹത്തെ രക്ഷിച്ചത് എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ ആലോചിക്കേണ്ടത്. നമുക്കറിയാം, ഞാനാണ് റബ്ബ് എന്ന് പറഞ്ഞിട്ട് അള്ളാഹു ഫിറൗനെതിരെ നടപടി സ്വീകരിച്ചിട്ടില്ല. ഒരു ജനസമൂഹത്തെ മുഴുവനും സകലവിധ മനുഷ്യാവകാശ ധ്വംസനങ്ങളും നടത്തി പീഡിപ്പിച്ചപ്പോഴും അള്ളാഹു സുബ്ഹാനഹു വ തആല ഫിറൗൻ്റെ വിഷയത്തിൽ ഇടപെട്ടിട്ടില്ല. ആ ബനു ഇസ്രായേൽ സമൂഹത്തിലെ 90,000-ത്തിലധികം വരുന്ന, 1,00,000-ത്തിന് താഴെ വരുന്ന പിഞ്ചു കുഞ്ഞുങ്ങളെ കൊന്നു തള്ളിയപ്പോഴും ഫിറൗനെതിരെ അള്ളാഹു സുബ്ഹാനഹു വ തആല നടപടിയെടുത്തിട്ടില്ല. പിന്നെ എപ്പോഴാണ് ഫിറൗൻ്റെ വിഷയത്തിൽ അള്ളാഹു ഇടപെടുന്നത്? മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമയെ പ്രവാചകനായി നിയോഗിക്കുകയും രാജകൊട്ടാരത്തിൽ ചെന്നുകൊണ്ട് ഫിറൗന് ദഅവത്ത് നടത്തുകയും ചെയ്തതിന് ശേഷമാണ് ഫിറൗനെയും തിബുത്തുകളുടെയും കാര്യത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ചെറിയ ചെറിയ പരീക്ഷണങ്ങൾ, അവർക്ക് ശിക്ഷകൾ ഇറക്കുകയും അവസാനം അവരെ മുക്കിക്കൊല്ലുകയും ചെയ്യുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതിൽ നിന്ന് നമുക്ക് പഠിക്കുവാനുള്ള ചരിത്രപാഠം എന്താണെന്ന് വെച്ചാൽ, ആരിൽ നിന്നാണോ നമ്മൾ പ്രശ്നങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും നേരിടുമെന്ന് ഭയപ്പെടുന്നത്, അവർക്ക് കൃത്യമായി ഇസ്ലാമിൻ്റെ സന്ദേശം എത്തിച്ചു കൊടുത്താലല്ലാതെ, മരണാനന്തര ജീവിതത്തെ സംബന്ധിച്ചുള്ള യാഥാർത്ഥ്യം അറിയിച്ചു കൊടുത്താലല്ലാതെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ വിഷയത്തിൽ ഇടപെടില്ല എന്ന ചരിത്ര സത്യമാണ്, യാഥാർത്ഥ്യമാണ് നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. അതുതന്നെയാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും നമ്മോട് പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വല്ലദീ നഫ്സി ബിയദിഹി, എൻ്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവൻ തന്നെ സത്യം, ലതഅ്മുറുന്ന ബിൽ മഅറൂഫി വലതൻഹൗന അനിൽ മുൻകർ, നിങ്ങൾ നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും തന്നെ ചെയ്യണം. ഔ ലയൂശിക്കന്നല്ലാഹു അൻ യബ്അസ അലൈക്കും ഇഖാമൻ മിൻഹു, നിങ്ങളത് ചെയ്യുന്നില്ലെങ്കിൽ അള്ളാഹുവിൻ്റെ ഭാഗത്തുനിന്നുള്ള ശിക്ഷ നിങ്ങൾക്ക് വരും. അങ്ങനെ ശിക്ഷ വന്നു കഴിഞ്ഞാൽ സുമ്മ തദഊനഹു, പിന്നെ നിങ്ങൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കും, ഫലാ യുസ്തജാബു ലക്കും, അള്ളാഹ് അതിന് മറുപടി തരില്ല എന്നാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അനുഭവിക്കുന്ന ഈ പ്രശ്നത്തിൽ നിന്ന്, പ്രയാസത്തിൽ നിന്ന് ഒരു മുസ്ലിം ഉമ്മത്തിന് രക്ഷപ്പെടണമെങ്കിൽ അള്ളാഹുവുമായിട്ടുള്ള കണക്ഷൻ അത് കൃത്യമായി നിലനിർത്തുകയും അള്ളാഹു ഏൽപ്പിച്ച പ്രഥമ ദൗത്യം അത് കൃത്യമായി നിർവഹിക്കുകയും ചെയ്താൽ മാത്രമേ
അള്ളാഹു മുസ്ലിമീങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുകയുള്ളൂ എന്ന് പറഞ്ഞാൽ ഇന്ന് എന്തുകൊണ്ടാണ് ഇന്ത്യയിൽ നിന്നല്ല ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളിൽ അള്ളാഹു സുബ്ഹാനഹു തആല ഇടപെടാതിരിക്കുന്നത് എന്നുള്ളതിൻ്റെ കൃത്യമായ ഉത്തരം നമുക്ക് ലഭിക്കുന്നതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം സൂറത്ത് ബഖറയിലെ 2-ാം അധ്യായത്തിലെ 159, 160 ആയത്തുകളിലെ പരാമർശമാണ്. ഇന്നല്ലദീന യക്തുമൂന മാ അൻസൽനാ മിനൽ ബയ്യിനാതി വൽ ഹുദാ മിൻ ബഅദി മാ ബയ്യനാഹു ലിന്നാസി ഫിൽ കിതാബ്. ജനങ്ങൾക്കായി ഒരു വേദം അള്ളാഹു സുബ്ഹാനഹു തആല അവതരിപ്പിച്ചു. അതിൽ ജനങ്ങൾക്കുള്ള മാർഗദർശനങ്ങളും ആ മാർഗദർശനം കണ്ടെത്തുവാനുള്ള തെളിവുകളും അള്ളാഹു വിശദീകരിച്ച് കഴിഞ്ഞിരിക്കെ അത് മറച്ചു വെക്കുന്ന ആളുകൾ ഇന്ന് എൻ്റെയും നിങ്ങളുടെയും കൈകളിലാണ് അള്ളാഹു സുബ്ഹാനഹു തആല അന്തിമ വേദത്തെ തന്നേൽപ്പിച്ചിരിക്കുന്നത്. ഇത് നാം ജനങ്ങൾക്ക് വിശദീകരിച്ചു കൊടുത്തിട്ടില്ല എങ്കിൽ, അത് എത്താത്തവർക്ക് എത്തിച്ചു കൊടുത്തിട്ടില്ല എങ്കിൽ, നമ്മുടെ അയൽവാസികളും കൂടെ ജോലി ചെയ്യുന്നവരും കൂടെ പഠിച്ചവരും കൂടെ യാത്ര ചെയ്യുന്നവരുമായ ഒരുപാട് സഹോദരങ്ങൾക്ക് ഈ ഒരു മെസ്സേജ് നമ്മൾ കൈമാറിയിട്ടില്ല എങ്കിൽ അത് മറച്ചു വെച്ച ആളുകൾ നമ്മളായിത്തീരും എന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. അത്തരക്കാരെ ഉലായിക യൽഅനുഹുമുല്ല, അള്ളാഹു അവരെ ശപിച്ചിരിക്കുന്നു. വയൽ അനുഹുമുല്ലാഇനൂൻ, ശപിക്കുന്നവരൊക്കെയും അവരെ ശപിച്ചിരിക്കുന്നു എന്ന. നമസ്കരിച്ച് നോമ്പ് പിടിച്ച് ഹജ്ജ് ചെയ്ത് സകാത്ത് കൊടുത്ത് സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങൾ നിർവഹിച്ച് എല്ലാം ചെയ്തുകൊണ്ട് ശപിക്കപ്പെട്ടവരായി നമ്മൾ നാളെ അള്ളാഹുവിൻ്റെ മുമ്പിൽ ഹാജരാക്കപ്പെടും എന്നുള്ളത് തന്നെയാണ് പരിശുദ്ധ ഖുർആൻ ഇവിടെ സൂചിപ്പിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്ത് ചെയ്യണം? അള്ളാഹു തന്നെ അതിന് പരിഹാരം പറഞ്ഞു. ഇല്ലല്ലദീന താബു, തൗബ ചെയ്യണം. ഈ ഒരു കർമ്മം നിർവഹിക്കാതിരുന്നത് ഞാൻ ജീവിതത്തിൽ വരുത്തിയ വലിയൊരു വീഴ്ചയാണ്, അതുകൊണ്ട് നാഥാ നീ എന്നോട് പൊറുക്കണമേ എന്ന് ഒരു തൗബ ചെയ്യണം നമ്മൾ. അസ്ലഹു, നിലപാട് മാറ്റണം. ഇത് ആരെങ്കിലുമൊക്കെ ചെയ്താൽ മതി എന്ന നിലപാടുകൾ മാറണം. അത് അറബി പേരുള്ളവർ മാത്രം സ്വർഗത്തിൽ പോയാൽ മതി എന്ന ഒരു നിലപാടിൽ നിന്ന് മാറി അമ്പിയാക്കന്മാരുടെ ദൗത്യം അത് മുഴുവൻ ജനങ്ങളിലേക്കുമാണ് എന്നുള്ള ബോധത്തോടുകൂടി എല്ലാവർക്കും ഇത് എത്തിച്ചു കൊടുക്കേണ്ടതാണ് എന്ന നിലപാടിലേക്ക് നമ്മൾ മാറി വരേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ വബയ്യനു, നിലപാട് മാറുക മാത്രമല്ല അത് ജനങ്ങൾക്ക് വിശദീകരിച്ചു കൊടുക്കുകയും ചെയ്യണം. ഫൗലായിക അതൂബു അലൈഹിം, അവരുടെ തൗബ മാത്രമേ അള്ളാഹു സുബ്ഹാനഹു തആല സ്വീകരിക്കുകയുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും കണിശമായ കണ്ടീഷനുകൾ വെച്ചുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു തആല ഈ യാഥാർത്ഥ്യത്തെ വേദസത്യത്തെ മറച്ചു വെച്ച ആളുകളോട് സംസാരിക്കുന്നത് എന്നുള്ളത് തന്നെ. ഇത് നമ്മൾ നിർവഹിക്കാതിരുന്നാൽ നമുക്ക് വരാനിരിക്കുന്ന ഭവിഷ്യത്തുകൾ എന്തായിരിക്കും എന്നുള്ളതിനെ സംബന്ധിച്ച് നമ്മൾ കൂടുതൽ ആലോചിക്കുകയും പഠിക്കുകയും ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ നമുക്കത് കൂടുതൽ വ്യക്തമാകുന്നതാണ് എന്നുള്ളത് ചുരുങ്ങിയ ഈ ഒരു സമയത്തിനുള്ളിൽ ബോധ്യപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, അവസാനിപ്പിക്കുമ്പോൾ ഇമാം തൊബറാനി ഉദ്ധരിച്ച ഒരു ഹദീസിൻ്റെ ആശയവും കൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നല്ലാഹ വ മലായികതഹു, തീർച്ചയായും അള്ളാഹു, വ മലായികതഹു, അവൻ്റെ കോടിക്കണക്കായ മലക്കുകൾ, മാലാഖമാർ, വഅഹ്ലുസ്സമാവാതി വൽ അർളീന, ഉപരിലോകങ്ങളിലുള്ളവരും ഭൂമിയിലുള്ളവരും, വഹത്തൻ നംലതു ഫീ ജുഹരിഹ, മാളങ്ങളിലുള്ള സർവ്വ ഉറുമ്പുകളും, വഹത്തൽ ഹൂത്ത, ഈ ഭൂമിയിലുള്ള സകല മത്സ്യങ്ങളും. നമുക്കറിയാം ഈ ഒരു പരാമർശത്തിൽ സട്ടാവും വന്നു, സൃഷ്ടികളായ എല്ലാവരും ഇതിൽപ്പെട്ടു. ഇവരെല്ലാവരും കൂടി ചെയ്യുന്ന ഒരു കർമ്മത്തെപ്പറ്റിയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ സൂചിപ്പിക്കുന്നത്. ലാ യുസല്ലൂന, അവരെല്ലാവരും അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കുന്നു. അള്ളാഹു അനുഗ്രഹം ചൊരിയുന്നു, മറ്റുള്ളവരെല്ലാം തന്നെ അനുഗ്രഹത്തിനായി പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കുന്നു. ആർക്ക് വേണ്ടി? അലാ മുഅല്ലിമന്നാസി അൽ ഖൈർ, ജനങ്ങൾക്ക് നന്മ പഠിപ്പിക്കുന്നവന് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കുന്നു എന്ന. നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. നമ്മൾ നമ്മുടെ വീട്ടിൽ നിന്ന് അള്ളാഹുവിൻ്റെ പ്രപഞ്ച സൃഷ്ടാവിനെ സംബന്ധിച്ച്, അവൻ്റെ ദൈവദൂതന്മാരെ സംബന്ധിച്ച്, അവനിറക്കിയ വേദങ്ങളിലുള്ള സാരാംശങ്ങളെ സംബന്ധിച്ച് ജനങ്ങളെ ഉത്ബോധിപ്പിക്കുവാൻ വേണ്ടി ഇറങ്ങിപ്പുറപ്പെടുന്ന, അത് അറബി പേരുള്ളവരോടാകട്ടെ അല്ലാത്തവരോടാകട്ടെ, ഇറങ്ങിപ്പുറപ്പെടുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഈ പ്രപഞ്ചത്തിലെ സകലമാന ആളുകളും സകലമാന ജീവികളും അവന് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് ഊഹിക്കാവുന്നതിലപ്പുറമാണ് ഇതിൻ്റെ ഒരു ആഴം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ആ നിലക്ക് നാളെ പരലോകത്ത് ഏറ്റവും കനം തൂങ്ങുന്ന ഒരു പ്രവർത്തനമായി കണ്ടുകൊണ്ട് എല്ലാ നിലക്കും ഇതിനെപ്പറ്റി കൂടുതൽ അറിയുകയും പഠിക്കുകയും ഗവേഷണം നടത്തുകയും, നമുക്കറിയാം പരിശുദ്ധ ഖുർആൻ എന്നുള്ളത് അന്തിമ വേദമാണ്. അതിൽ പരാമർശിച്ചിരിക്കുന്നത് വിവിധ ജനസമൂഹങ്ങളുടെ ചരിത്രമാണ്, അവരിലേക്ക് നിയോഗിതരായ അമ്പിയാക്കന്മാരുടെ ചരിത്രമാണ്, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ മനുഷ്യ ചരിത്രം എന്നുള്ളത് അത് അമ്പിയാക്കന്മാരുടെ പ്രബോധന ചരിത്രമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. വൽ അസ്ർ, കാലം തന്നെയാണ് സത്യം. ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, മനുഷ്യരൊക്കെ നഷ്ടത്തിലാണ്. ഇല്ലല്ലദീന ആമനു, 6 കാര്യങ്ങൾ അറിഞ്ഞംഗീകരിച്ചവരൊഴികെ, അള്ളാഹുവിലും
നന്മ തിന്മകൾ മുഴുവനും പടച്ചവനിൽ നിന്നാകുന്നു എന്നുള്ള കാര്യങ്ങളെല്ലാം അറിഞ്ഞംഗീകരിക്കുകയും വഅമിലു സ്വാലിഹാത്ത്, ആ ദൈവദൂതന്മാർ പഠിപ്പിച്ച സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്യുക. മൂന്നാമതായി വതവാസോ ബിൽ ഹഖ്, നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള പരമയാഥാർത്ഥ്യം, വേദയാഥാർത്ഥ്യങ്ങൾ, മരണാനന്തര ജീവിത യാഥാർത്ഥ്യങ്ങൾ അത് പരസ്പരം ഉപദേശിക്കുക. വതവാസോ ബിസ്സബ്ർ, അതിൽ വരുന്ന എന്ത് പ്രയാസങ്ങളും പ്രശ്നങ്ങളും നമ്മൾ ക്ഷമിക്കുകയും ചെയ്യുക, ക്ഷമയോടെ ആ മാർഗത്തിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. ഈ 4 കാര്യങ്ങൾ ചെയ്യാത്ത സകല മനുഷ്യനും നഷ്ടത്തിലാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിരിക്കെ, ഈ ഒരു പ്രബോധന ദൗത്യവും അതിൽ ക്ഷമയോടുകൂടി എന്ത് ത്യജിക്കേണ്ടി വന്നാലും, ആ മാർഗത്തിൽ എന്ത് കഷ്ടപ്പാടുകൾ വന്നാലും അതിൽ ഉറച്ചു നിന്നുകൊണ്ട് ഈ ഒരു മാർഗത്തിൽ ഇറങ്ങിത്തിരിക്കുക എന്നുള്ളതും ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം, ഒരു മരണാനന്തര ജീവിതത്തെ അംഗീകരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം, തൻ്റെ സത്താവിൻ്റെ മുമ്പിൽ ഞാൻ പോയി നിൽക്കേണ്ടതുണ്ട് എന്ന ഒരു ബോധമുള്ള ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമാണ് എന്ന് മനസ്സിലാക്കുകയും കൂടുതൽ ഇൻഷാ അല്ലാഹ് പരിശുദ്ധ ഖുർആൻ്റെ പഠന മനന ഗവേഷണങ്ങളിൽ നിന്നും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകളിൽ നിന്നും മനസ്സിലാക്കുവാനും അത് ജീവിതത്തിൽ പുലർത്തുവാനും നാം പരമാവധി പരിശ്രമിക്കുക. നമ്മെ എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് അനുഗ്രഹിക്കുമാറാകട്ടെ. വ ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.